വെയിറ്റ് എടുത്താൽ ഹൈറ്റ് കുറയും. കുട്ടികൾ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരെ വളർച്ച നിൽക്കും എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഈ തെറ്റിദ്ധാരണ നമുക്ക് ഇന്ന് മാറ്റാം. നിങ്ങളെ കുട്ടികൾ ഇതേപോലത്തെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഒരു 10-100 തവണ ഇങ്ങനെ പൊക്കിയാൽ, അല്ലെങ്കിൽ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പൊക്കിയാലോ അവരെ ഹൈറ്റിന് അല്ലെങ്കിൽ അവരെ പൊക്കത്തിന് എന്തെങ്കിലും മാറ്റം വരും, അല്ലെങ്കിൽ ഹൈറ്റ് കുറേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും? ഇല്ലല്ലോ. ഈ സാധനത്തിൽ നിങ്ങളൊരു ഡംബലാണെന്ന് വിചാരിച്ചു നോക്കിയേ, എന്താണ് മാറ്റം രണ്ടും തമ്മിൽ? ശരീരത്തിന് ഇത് ഡംബലാണോ വാട്ടർ ബോട്ടിലാണോ എന്ന് അറിയില്ല. ശരീരത്തിന് അറിയുന്ന കാര്യം ഇതുകൊണ്ടുണ്ടാവുന്ന ആ ടെൻഷനും അഡാപ്റ്റേഷനും മാത്രമാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും NSCAയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് കുട്ടികളെ വളർച്ചനെ ഒരു തരത്തിലും ബാധിക്കൂല എന്നുള്ളത്. അപകടം ഉണ്ടോ? ഉണ്ട്. കറക്റ്റ് ഫോമിലല്ലാതെയും ഓവർ വെയിറ്റിലും പിന്നെ അതേപോലെ ഒരു കോച്ചിന്റെ കീഴിലും അല്ലാതെ ഏതൊരു എക്സസൈസ് ചെയ്താലും അപകടമാണ്. ഓവർ ഹെഡ് പ്രസ്സിന് സ്ക്വാട്ടിനേക്കാളോ പുഷപ്പിനേക്കാളോ പ്രത്യേകിച്ച് അപകടമൊന്നുമില്ല. പിന്നെ ഇത്തരം വ്യായാമങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് അപകടം. അത് മസിൽ ഇംബാലൻസിന് കാരണമാവും. ഭാവിയിൽ ഇഞ്ചുറികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഡോണ്ട് ഫിയർ ദ ലിഫ്റ്റ്, ഫിയർ ദ ലിമിറ്റേഷൻസ്. എക്സസൈസ് കറക്റ്റ് വെയിറ്റിലും കറക്റ്റ് രീതിയിലും ചെയ്യിപ്പിക്കുക. നമ്മൾ വ്യായാമത്തിനല്ല പേടിക്കേണ്ടത്, നമ്മളെ ശാരീരിക പരിമിതികളാണ് പേടിക്കേണ്ടത്. വീഡിയോ ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും മറക്കണ്ട. ദിസ് ഈസ് താങ്ക് യു ചക്കാസ്.